നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ KR ശശികുമാർ. ആദ്യം പ്രധാന വാർത്തകൾ. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബായ ഒയാസിസിന്റെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കലോത്സവം നടത്തി. പരിയാരം മഹാത്മാ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് 8 ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ ശ്രീധനക്കാവ് പാടത്ത് 15 വർഷമായി തരിശു കിടന്നിരുന്ന സ്ഥലത്ത് കൃഷിയിറക്കിയ മുണ്ടകൻ നെല്ലിന്റെ വിളവെടുപ്പ് നടത്തി. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കരാഞ്ചിറ സെന്റ് ജോർജ് CUP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അജിത്തിന് ഇനി പുതിയ വീട്ടിൽ സ്ഥിരമായി കഴിയാം. ദേശീയപാത അതോറിറ്റിയുടെ CSR ഫണ്ടിൽ നിന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഫർണിച്ചറുകൾ നൽകി. വാർത്തകൾ വിശദമായി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബായ ഒയാസിസിന്റെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കലോത്സവം നടത്തി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബായ ഒയാസിസിന്റെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കലോത്സവം നടത്തി. കിരണം എന്ന പേരിൽ 7 വേദികളിലായിട്ടായിരുന്നു മത്സരങ്ങൾ. ജില്ലാ പോലീസ് മേധാവി ഇളങ്കോ IPS ഉദ്ഘാടനം ചെയ്തു. പ്രിൻസിപ്പൽ ഡോക്ടർ മീനാക്ഷി K അധ്യക്ഷത വഹിച്ചു. ഡോക്ടർ മുബാറക് AK, ഒയാസിസ് കൺവീനർ സിനാന K, ലതാരാജ്, പ്രൊഫസർ T കൃഷ്ണകുമാർ, സുരേഷ് ശ്രീധരൻ, സുരേഷ് ചന്ദ്രൻ, തോമസ് തോലത്ത്, MP രാജൻ, മുഹമ്മദ് നജൽ, ആശിഷ്, ജോസ് മാഷ്, മുഹമ്മദ് ഫായിഖ്, മുഹമ്മദ് ഫവാസ് എന്നിവർ സംസാരിച്ചു. പരിയാരം മഹാത്മാ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് 8 ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പരിയാരം മഹാത്മാ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന മെഗാ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് 8 ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പരിശോധനാ ക്യാമ്പ് രാവിലെ 8:30 പരിയാരം പള്ളി വികാരി ഫാദർ വിൽസൺ എലുവത്തിങ്കൽ ഉദ്ഘാടനം ചെയ്യും. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് സൗജന്യമായി തിമിര ശസ്ത്രക്രിയ നടത്തി കൊടുക്കുന്നതാണ്. സൊസൈറ്റിയുടെ കീഴിൽ നേത്രം ദാനം ചെയ്ത കുടുംബങ്ങളെ ആദരിക്കുന്നതാണ്. അവയവദാന സമ്മതപത്ര സ്വീകരണവും ബോധവൽക്കരണ സെമിനാറും MLA സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. പരിയാരം പഞ്ചായത്ത് പ്രസിഡന്റ് മായ ശിവദാസൻ, അവാർഡ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഫാദർ സിനു അരിമ്പു പറമ്പൻ തുടങ്ങിയവർ പങ്കെടുക്കുന്നതാണ്. വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് തോമസ് തെക്കേക്കര, സെക്രട്ടറി KO ജോസ് മാസ്റ്റർ, ജോസ് വടക്കൻ, OS വിജയൻ, ജോയ് ചില്ലായി, ഡേവിസ് പുന്നേലി പറമ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു. പ്രാധാന്യം മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടി പൊതുജനത്തെ ബോധവൽക്കരണ സെമിനാറും ആണ് സംഘടിപ്പിച്ചിരിക്കുന്നത്. ഈ ബോധവൽക്കരണ സെമിനാറിൽ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ചാലക്കുടിയുടെ ബഹുമാനയുടെ MLA ശ്രീ സനീഷ് കുമാർ ജോസഫ് അവറുകളാണ്. അതോടൊപ്പം തന്നെ ഈ 70 കുടുംബങ്ങളെ ആദരിക്കുന്നത് പരിയാരം ഗ്രാമപഞ്ചായത്തിലെ പ്രസിഡന്റ് ശ്രീമതി മായ ശിവദാസനും അല്ല നേത്ര ലോകത്തുള്ള എല്ലാ പരിശോധനകളും നടത്തുകയും സൗജന്യമായിട്ടുള്ള ചികിത്സാ സൗകര്യം ഒരുക്കുന്നതിനുള്ള എല്ലാ വേദികളും ഒരുക്കിക്കൊണ്ടാണ് ചെയ്യുന്നത്. തിമിര ശസ്ത്രക്രിയ പൂർണ്ണമായിട്ട് സൗജന്യവും മറ്റുള്ള ചികിത്സയ്ക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകിക്കൊണ്ടാണ് മഹാത്മാ പരിപാടി ഏറ്റെടുത്തിരിക്കുന്നത്. അതിന്റെ കാലത്ത് 8:30 നേത്ര പരിശോധന ക്യാമ്പ്. ആളൂർ ശ്രീധനക്കാവ് പാടത്ത് 15 വർഷമായി തരിശു കിടന്നിരുന്ന സ്ഥലത്ത് കൃഷിയിറക്കിയ മുണ്ടകൻ നെല്ലിന്റെ വിളവെടുപ്പ് പഞ്ചായത്ത് പ്രസിഡന്റ് KR ജോജോ നിർവഹിച്ചു. വൈസ് പ്രസിഡന്റ് രതി സുരേഷ് അധ്യക്ഷത വഹിച്ചു. സെയ്താൻ കണ്ണൂക്കാടന്റെ നേതൃത്വത്തിലാണ് കൃഷിയിറക്കിയത്. പഞ്ചായത്ത് അംഗങ്ങളായ ദിബിൻ പാപ്പച്ചൻ, MS വിനയൻ, പ്രസാദ് തത്തമ്പള്ളി, ഓമന ജോർജ്, കൃഷി ഓഫീസർ ടീന സിമേത്തി എന്നിവർ നേതൃത്വം നൽകി. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കരാഞ്ചിറ സെന്റ് ജോർജ് CUP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അജിത്തിന് ഇനി പുതിയ വീട്ടിൽ സ്വസ്ഥമായി കഴിയാം. ശാരീരിക വെല്ലുവിളികൾ നേരിടുന്ന അജിത്തിന് അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുമെന്ന് 1 വർഷം മുൻപ് ഉന്നത വിദ്യാഭ്യാസ സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ഡോക്ടർ R ബിന്ദു ഉറപ്പു നൽകിയിരുന്നു. നവീകരിച്ച വീടിന്റെ താക്കോൽ അജിത്തിന് മന്ത്രി കൈമാറി. ഗൃഹാധിഷ്ഠിത വിദ്യാഭ്യാസം നേടുന്ന കുട്ടികൾക്ക് ക്ലാസ് റൂം അനുഭവങ്ങൾ സാധ്യമാക്കുന്നതിനു വേണ്ടി സമഗ്ര ശിക്ഷാ കേരളം നടപ്പിലാക്കിയ
വെർച്വൽ ക്ലാസ് റൂമിന്റെ ഉദ്ഘാടനത്തിനായാണ് അജിത്തിന്റെ വീട് ഒരു വർഷം മുമ്പ് മന്ത്രി സന്ദർശിച്ചത്. വീടിന്റെ ശോചനീയാവസ്ഥ നേരിട്ട് മനസ്സിലാക്കിയ മന്ത്രി അടച്ചുറപ്പുള്ള വീട് നിർമ്മിച്ചു നൽകുമെന്ന് ഉറപ്പു നൽകുകയായിരുന്നു. ഇരിഞ്ഞാലക്കുട നിയോജകമണ്ഡലം തനത് പദ്ധതിയായ സ്നേഹക്കൂട് ഭവന നിർമ്മാണ പദ്ധതിയിൽ ഉൾപ്പെടുത്തി ജില്ലയിലെ നാഷണൽ സർവീസ് സ്കീം വിദ്യാർത്ഥികളുടെ സഹായത്തോടെയാണ് അജിത്തിന്റെ സ്വപ്നം സാക്ഷാത്കരിച്ചത്. അജിത്തിന്റെ പിതാവ് ഓട്ടോ തൊഴിലാളിയായ തീയത്തുപറമ്പിൽ അജയൻ കുറച്ചു മാസങ്ങൾക്ക് മുൻപാണ് മരണപ്പെട്ടത്. +2 പഠിക്കുന്ന സഹോദരനും അമ്മ ശൈലജയ്ക്കും ഒപ്പമാണ് അജിത്ത് താമസിക്കുന്നത്. ജില്ലയിലെ 32 VHS NSS വോളണ്ടിയർമാർ ധനസമാഹരണ പ്രവർത്തനങ്ങളിലൂടെയാണ് വീട് നിർമ്മാണത്തിനാവശ്യമായ തുക കണ്ടെത്തിയത്. കാട്ടൂർ പോംബെ സെന്റ് മേരീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ നേതൃത്വത്തിലാണ് നവീകരണ പ്രവൃത്തികൾ നടന്നത്. വീടിന്റെ പരിസരത്ത് നടന്ന താക്കോൽദാന ചടങ്ങിൽ കാട്ടൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TV ലത അധ്യക്ഷത വഹിച്ചു. NSS സ്നേഹക്കൂട് കോർഡിനേറ്റർ ഇരിഞ്ഞാലക്കുട സെന്റ് ജോസഫ് കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ TV ബിനു, NSS റീജിയണൽ കോർഡിനേറ്റർ M പ്രീത, കാട്ടൂർ പോംബെ സെന്റ് മേരീസ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പാൾ KB പ്രിയ, NSS പ്രോഗ്രാം ഓഫീസർ VB വിനിത, NSS പ്രോഗ്രാം ഓഫീസർമാർ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ, വിവിധ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാർ, വാർഡ് അംഗങ്ങൾ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ദേശീയപാത അതോറിറ്റിയുടെ CSR ഫണ്ടിൽ നിന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഫർണിച്ചറുകൾ നൽകി. ഗവൺമെന്റ് ഡിസ്പെൻസറി പീച്ചി, വാണിയമ്പാറ കുടുംബാരോഗ്യ കേന്ദ്രം, ഗവൺമെന്റ് LP സ്കൂൾ പട്ടിക്കാട് എന്നീ സ്ഥാപനങ്ങളിലേക്കാണ് 10 ലക്ഷം രൂപയിലധികം വില വരുന്ന ഫർണിച്ചറുകൾ നൽകിയത്. ചടങ്ങിന്റെ ഉദ്ഘാടനം റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി അഡ്വക്കേറ്റ് K രാജൻ നിർവഹിച്ചു. പാണഞ്ചേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PP രവീന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിനെ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാവിത്രി സദാനന്ദൻ സ്വാഗതവും വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ET ജലജൻ നന്ദിയും പറഞ്ഞു. ദേശീയപാത അതോറിറ്റി ഉദ്യോഗസ്ഥർ യോഗത്തിൽ പങ്കെടുത്ത് സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൃശൂർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിലെ പെയിൻ ആൻഡ് പാലിയേറ്റീവ് ക്ലബ്ബായ ഒയാസിസിന്റെ ജില്ലയിലെ സ്പെഷ്യൽ സ്കൂളിലെ വിദ്യാർത്ഥികൾക്കായി കലോത്സവം നടത്തി. പരിയാരം മഹാത്മാ ഗ്രാമ വികസന സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ മെഗാ സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും അവയവ നേത്രദാന ബോധവൽക്കരണ സെമിനാറും മാർച്ച് 8 ശനിയാഴ്ച നടത്തുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ആളൂർ ശ്രീധനക്കാവ് പാടത്ത് 15 വർഷമായി തരിശു കിടന്നിരുന്ന സ്ഥലത്ത് കൃഷിയിറക്കിയ മുണ്ടകൻ നെല്ലിന്റെ വിളവെടുപ്പ് നടത്തി. കാട്ടൂർ ഗ്രാമപഞ്ചായത്തിലെ കരാഞ്ചിറ സെന്റ് ജോർജ് CUP സ്കൂൾ 7ാം ക്ലാസ് വിദ്യാർത്ഥിയായ അജിത്തിന് ഇനി പുതിയ വീട്ടിൽ സ്ഥിരമായി കഴിയാം. ദേശീയപാത അതോറിറ്റിയുടെ CSR ഫണ്ടിൽ നിന്നും പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് കീഴിലുള്ള സ്ഥാപനങ്ങളിലേക്ക് ഫർണിച്ചറുകൾ നൽകി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.